ഗുഡ് ഈവനിങ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവരും ഓൺ ചെയ്യൂ. ഡിയോൺ, ഷിറിൻ, ആശിഷ്, രാഹുൽ, നബ്രാസ്, ഫൈസ്, അൽഹിദ, ആയുഷ്. സാർ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു വീഡിയോ. ബാക്കിയുള്ളവർ ഓൺ ചെയ്യൂ. എല്ലാവരും പുസ്തകം അടച്ചു വെച്ച് ചോദിച്ചു നോക്കട്ടെ. ഇന്നലെ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത ആളുകള് ഒന്ന് ഓഡിയോ ഓൺ ചെയ്തിട്ട് പറയൂ ആരൊക്കെയാണെന്ന്. അലൻ അല്ലേ? സ്വാലിഹ ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഹലീമ. ഓക്കെ, ഞാൻ നിങ്ങളുടെ പേര് ഇന്നലെ കൊടുക്കാൻ മറന്നുപോയി, അപ്പൊ ഇന്ന് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ അപ്പോ പുസ്തകം അടച്ചു വെച്ചോളൂ. ഓക്കെ, ചോദിച്ചു നോക്കട്ടെ. മിലൻ, മിലന്റെ വീഡിയോ സ്റ്റക്ക് ആണല്ലോ, അറിയില്ലേ? ഓക്കെ, സാൻഡ്ര. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ മെക്കാനിസം എന്താണ്? എങ്ങനെയാണ് ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നത്? ആദ്യം ഒരു ന്യൂക്ലിയോഫൈല് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് കാർബണൈൽ ഗ്രൂപ്പിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടെട്രാഹീഡ്രൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അത് ഒരു H+ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഉണ്ട്. ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുമ്പോൾ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? sp2 നിന്ന് sp3 ചേഞ്ച് ആവും. ഓക്കെ. അന്ന, സർ, ആൽഡിഹൈഡിനാണോ കീറ്റോണിനാണോ കൂടുതൽ റിയാക്ടിവിറ്റി ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിലേക്ക്? ആൽഡിഹൈഡ് ആയിരിക്കും. എന്തുകൊണ്ട്? രണ്ട് റീസൺസ് ഉണ്ട്. ഒരെണ്ണം സ്റ്റെറിക് റീസൺ, കാരണം രണ്ടും ബൾക്കി ആവുമ്പോൾ അത് വരാൻ പാടാ. പിന്നെ ഇലക്ട്രോണിക് റീസൺ, കാരണം അതിൻ്റെ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറയും രണ്ട് ബൾക്കി ഗ്രൂപ്പ് വരുമ്പോൾ. ഇല്ല, ഇലക്ട്രോണിക് റീസൺ ഞാൻ കേട്ടില്ല, സ്റ്റെറിക് റീസൺ മാത്രമേ കേട്ടുള്ളൂ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. രണ്ട് വലിയ ഗ്രൂപ്പ് വരുമ്പോൾ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറയുക. അതെന്തുകൊണ്ടാ വലിയ ഗ്രൂപ്പ് വരുമ്പോ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറയാൻ കാരണം എന്താ? അതറിയില്ല. രണ്ട് വലിയ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുവാൻ കഴിവുള്ള ഗ്രൂപ്പാണ്. അപ്പൊ കാർബണിലേക്ക് ഇലക്ട്രോണിനെ ആ ഗ്രൂപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇലക്ട്രോണിനെ ആ ഗ്രൂപ്പ് കാർബണിലേക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറയുന്നത്. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് കിട്ടിയാൽ ഒബ്വിയസ്ലി പോസിറ്റീവ് ചാർജ് കുറയുമല്ലോ. അപ്പോ ഈ വലിയ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കൊടുക്കും കാർബണിലേക്ക്, കാർബണിന്റെ പോസിറ്റീവ് ചാർജ് കുറയും. അപ്പൊ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം പേരെഴുതുന്നില്ല. അടുത്തയാൾ ആരാണ്? ലാമിയ. ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞോളൂ. ഹൈഡ്രജൻ സയനൈഡ്, സയനോ ഹൈഡ്രൈഡ്. സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞോളൂ. സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ. സോഡിയം ബൈസൾഫേറ്റ് തന്നെയാണോ സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്?
ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോഴുള്ള പ്രോഡക്റ്റ് പറഞ്ഞാൽ ഞാൻ പേരെഴുതാതെ വിടാം. ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ അസെറ്റാളും ഒരു മോളിക്യൂൾ ആൽക്കഹോൾ ആഡ് ചെയ്യണമെങ്കിൽ അസറ്റാളാണ് നോക്കുന്നത്. ഒരു മോളിക്യൂൾ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും 2 മോളിക്യൂൾ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോഴും കിട്ടുന്നത് രണ്ടും 2 പ്രോഡക്റ്റാണ്. ഇല്ല, പേരെഴുതേണ്ടി വരും. അതിന്റെ ഉത്തരം ആരാണ് പറയുന്നത്? മിലൻ പറയൂ. മിലൻ. സാറ് അസെറ്റിക് അല്ല, ഒരു മോളിക്യൂൾ ആൽക്കഹോൾ അസറ്റിലീനോ? അസറ്റിലീൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റിലേറ്റോ സാറ് മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ അമോണിയ ഡെറിവേറ്റീവ്സിന്റെ മൊത്തം പേരും അതിന്റെ പ്രോഡക്റ്റിന്റെ പേരും പറഞ്ഞാൽ ഞാൻ എഴുതാതിരിക്കാം പേര്. സോറി, അമോണിയ ആഡ് ചെയ്യുമ്പം അവിടെ നമുക്ക് ഇമൈൻ കിട്ടും. കാർബസൈഡ് ആഡ് ചെയ്യുമ്പം സെമി കാർബസൈഡ് ആഡ് ചെയ്യുമ്പോൾ സെമി കാർബസോൺ കിട്ടും. പിന്നെ ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസൈൻ ആഡ് ചെയ്യുമ്പോൾ ഫിനൈൽ ഹൈഡ്രസോൺ കിട്ടും. പിന്നെ ഇത് ഹൈഡ്രസീൻ ആഡ് ചെയ്താലോ? ഹൈഡ്രസീൻ ആഡ് ചെയ്താൽ ഹൈഡ്രസോൺ. അമീൻ ആഡ് ചെയ്താലോ? അമീൻ ആഡ് ചെയ്താല് ഷിഫ്റ്റ് ബേസ് അല്ലേ? ഓക്കെ, അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പേരെഴുതുന്നില്ല. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അമോണിയ ഡെറിവേറ്റീവ് ആഡ് ചെയ്ത് റിഡക്ഷൻ ജസ്റ്റ് തുടങ്ങിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? റിഡക്ഷൻ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഡിയം ബോറോഹൈഡ്രൈഡും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും ഹൈഡ്രജൻ പ്ലാറ്റിനം അല്ലെങ്കിൽ ഹൈഡ്രജൻ പലേഡിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ നിക്കൽ ഇത് ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ആൽക്കഹോളാണ് കിട്ടുന്നത്. കുറേയല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റ് 2 റിഡക്ഷനെ പറ്റി, റിഡക്ഷൻ തന്നെയാണ്. സോ റിഡക്ഷൻ തന്നെ അതിന്റെ താഴെ തന്നെ എഴുതിക്കൊള്ളുക. അതിനകത്ത് ഒന്നാമത്തെ ഒരു നെയിംഡ് റിഡക്ഷൻ ആണ്. ആ റിഡക്ഷന്റെ പേരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പൊ എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇതിനകത്ത് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒറ്റ വ്യത്യാസമുള്ള ഇതിന്റെ റിയേജന്റ് നിങ്ങൾ പഠിക്കണം, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക എങ്ങനെയാണ് റിഡക്ഷൻ നടത്തിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളുടെ കയ്യിൽ ആരാ ഉള്ളത്? കാർബണൈൽ കോമ്പൗണ്ട് ആണ് ഉള്ളത് അല്ലേ? കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ട്. ഈ കാർബണൈൽ കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു സിങ്ക് അമാൽഗം. എന്താണ് സിങ്ക് അമാൽഗം? സിങ്കും മെർക്കുറിയും കൂടെ ചേർന്ന ആ ഒരു മിശ്രിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിങ്ക് അമാൽഗവും. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HCl. ഇതാണ് ക്ലെമൻസൺ റിയേജന്റ്. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷന്റെ റിയേജന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അന്നേരം ഇങ്ങോട്ട് നോക്കുക, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊള്ളുക. അന്നേരം സംഭവിക്കുന്നതാണ് ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ഓക്സിജനെ നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 2 വാലൻസി ഫ്രീ ആവും അല്ലേ? ഈ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാർബണിൽ 2 വാലൻസി ഫ്രീ ആവും. ആ 2 വാലൻസിയിലേക്കും ഒരു ഹൈഡ്രജനെ അങ്ങ് ആഡ് ചെയ്യുക. അത് ഒരു H2 മോളിക്യൂളിനെ ആഡ് ചെയ്യുക. ആദ്യം ഓക്സിജനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റുക. അപ്പൊ 2 വാലൻസി ഫ്രീ ആവും. അങ്ങോട്ടേക്ക് ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനെ കൊടുക്കുക. ഈ കിട്ടിയിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ആൽക്കെയിൻ. എന്താണ്? ദിസ് ഈസ് ആൻ ആൽക്കെയിൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പൊ എന്താണ്? നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ടിനെ നമ്മൾ സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ റിഡക്ഷന്റെ പേരാണ്
Wolff-Kishner reduction. Wolff-Kishner reduction. Wolff-Kishner reduction. Wolff-Kishner reduction. അവിടെ ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ട് തന്നെ എടുക്കുക. സോ ഇതാണ് നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ട്. ഇവിടെ നമ്മുടെ റിയേജന്റ് ഒന്ന് മാറും. നമ്മുടെ റിയേജന്റിന്റെ പേരാണ് ഹൈഡ്രസീൻ. ആരാണ്? ഹൈഡ്രസീൻ. NH2 ഡബിൾ ബോണ്ട്, സോറി NH2 സിംഗിൾ ബോണ്ട് NH2. ഇതിനെ പറയുന്ന പേരാണ് ഹൈഡ്രസീൻ എന്നാണ് പറയുന്നത്, ഹൈഡ്രസീൻ. അപ്പൊ എന്താ സംഭവിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഓക്സിജനും ഈ 2 ഹൈഡ്രജനും കൂടെ ചേർന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. ഈ ഓക്സിജനും ഈ 2 ഹൈഡ്രജനും കൂടെ. അപ്പൊ പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ കാർബണിലേക്ക് 2 വാലൻസി, ഡബിൾ ബോണ്ട് പോയിട്ടില്ല. സോ ഡബിൾ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഈ സാധനങ്ങൾ ചേർത്ത് എഴുതിയാൽ മതി, NNH2 അല്ലെ? NH2 ൽ നിന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി NNH2 അല്ലേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പൊ അത് ഇങ്ങനെ NNH2 കഴിഞ്ഞില്ല. ഇത്രയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ വേറൊരു റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് KOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എഥിലീൻ ഗ്ലൈക്കോൾ. ഈ ബാർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ എഥിലീൻ ഗ്ലൈക്കോൾ, അങ്ങനെയല്ല വായിക്കേണ്ടത് കേട്ടോ. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എഥിലീൻ ഗ്ലൈക്കോൾ, അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ. എഥിലീൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്യാൻ കൂടെ വേണം. ഇതിനകത്ത് ഹീറ്റ് ചെയ്യണം. അപ്പൊ ഒരു നൈട്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു. ഏത് നൈട്രജൻ മോളിക്യൂൾ? ഈ NN കണ്ടോ? ഈ 2 എണ്ണും കൂടെ ചേർന്ന് ഒരു നൈട്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ബാക്കി എന്താ ഉള്ളത്? നൈട്രജൻ മോളിക്യൂൾ പോയി കഴിയുമ്പോൾ ഇത് 2 സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അങ്ങോട്ടേക്ക് ഈ ഹൈഡ്രജൻ ചേരും. സോ ഇതുപോലെ തന്നെ 2 ഹൈഡ്രജൻസ് പ്ലസ് നൈട്രജൻ. ഇതിനെയാണ് Wolff-Kishner റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും ക്ലമൻസൺ റിഡക്ഷനും Wolff-Kishner റിഡക്ഷനും ഒന്ന് വായിച്ചു നോക്കിക്കേ. ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ടിനെ സിങ്ക് അമാൽഗോ കോൺസെൻട്രേറ്റഡ് HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കെയിൻ കിട്ടുന്നതാണ് ക്ലമൻസൺ റിഡക്ഷൻ. Wolff-Kishner റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബണൈൽ കോമ്പൗണ്ടിനെ നമ്മൾ ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യണം. ഹൈഡ്രസീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് Wolff-Kishner റിഡക്ഷൻ. അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇതോടുകൂടി റിഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മളുടെ കെമിക്കൽ റിയാക്ഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ 5 തരം. പിന്നെ രണ്ടാമത്തത് റിഡക്ഷൻ. ഇനി മൂന്നാമത്തതാണ് ഓക്സിഡേഷൻ. എല്ലാവരും എഴുതിക്കൊള്ളുക. മൂന്നാമത്തെ, അതായത് റോമൻ ലെറ്റർ 3 എന്ന് ഇടുക, ഓക്സിഡേഷൻ എന്ന് എഴുതുക. റോമൻ ലെറ്റർ 2 റിഡക്ഷൻ. റോമൻ ലെറ്റർ 3 എന്ന് ഇടുക, ഓക്സിഡേഷൻ എന്ന് എഴുതുക. നെക്സ്റ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താ കിട്ടുന്ന വൈശാഖെ? ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ അല്ലേ? ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത ആൽക്കഹോളാണ് കിട്ടുന്നത്. ആൽഡിഹൈഡിനേക്കാളും ഹയർ സാധനം കിട്ടുള്ളൂ. ഓക്സിഡേഷൻ വഴി കിട്ടുന്നത് എന്താ മെഹറിൻ കിട്ടുന്നത്? ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത് കേട്ടോ. അത് എല്ലാവരുടെയും മനസ്സിൽ അങ്ങ് പതിച്ചു വെച്ചോളുക. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് അറിയില്ലാത്തവരും എല്ലാവരും ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോളുക. ആൽഡിഹൈഡ്സ് ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ RCHO. അതിനെ എന്ത് ചെയ്യണം? ഓക്സിഡൈസ് ചെയ്യണം. ഓക്സിഡൈസ് ചെയ്യാന്നുള്ളതിന് നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യാന്ന് കാണിച്ചാൽ മതി ഇതുപോലെ. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് RCOOH, ആൽക്കഹോൾ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന റിയേജന്റുകളുടെ പേരുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിയേജന്റ്സ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ്
ഓക്സിഡൈസിങ് റിയേജൻസ്. ഓക്സിഡൈസിങ് റിയേജന്റുകൾ ഏതൊക്കെയാണെന്നാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതെന്തൊക്കെയാണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഇതൊക്കെയാണ് നമ്മൾ റിയേജന്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മൈൽഡ് റിയേജൻസ് ആണ്. ടൊളൻസ് റിയേജന്റ് എഴുതുക. ടൊളൻസ് റിയേജന്റ് ഒക്കെ എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ടൊളൻസ് റിയേജന്റ്, ഫെല്ലിങ്സ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഫെല്ലിങ്സ് റിയേജന്റ് എന്ന് എഴുതിയാലും മതി. ഫെല്ലിംഗ് സൊല്യൂഷൻ എന്നോ ഫെല്ലിങ്സ് റിയേജന്റ് എന്നോ എഴുതുക. ഫെല്ലിംഗ് സൊല്യൂഷൻ, ഫെല്ലിങ്സ് റിയേജന്റ്. ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആസിഡ് ആയിട്ട് മാറിക്കൊള്ളും. അപ്പൊ ആൽഡിഹൈഡിനെ, ഇതാണ് ആൽഡിഹൈഡ്. ഇതിന്റെ താഴെ നിങ്ങൾ ആൽഡിഹൈഡ് എന്ന് എഴുതുക. ഇതിന്റെ താഴെ നിങ്ങൾ കാർബോക്സിലിക് ആസിഡ് എന്ന് എഴുതുക. ദിസ് ഈസ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതൊക്കെയാണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, നൈട്രിക് ആസിഡ്, ടൊളൻസ് റിയേജന്റ്, ഫെല്ലിംഗ് സൊല്യൂഷൻ. ഇത്ര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി, എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ആൽഡിഹൈഡിനെ ആസിഡ് ആക്കി മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കീറ്റോണിനെ എങ്ങനെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ അടുത്തത്, അപ്പൊ ഇത് എ എന്ന് കൊടുക്കുക. ഇത് ആൽഡിഹൈഡിനെ ആക്കിയത്. ഇനി അടുത്തത് ബി, കീറ്റോൺ. കീറ്റോണിനെ എങ്ങനെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നിങ്ങൾ എഴുതേണ്ടതാണ്, കീറ്റോൺസ് ആർ ഓക്സിഡൈസ്ഡ്. Ketones are oxidized at elevated conditions. Elevated conditions. Elevated conditions. Elevated condition. Bracket le eഴുതുക, strong oxidizing agents. Strong oxidizing agents at high temperature. At high temperature. Strong oxidizing agent at a high temperature. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ് അബീലതിന്റെ അർത്ഥം? ഓക്സിഡൈസിങ് ഏജന്റ് സ്ട്രോങ് ആയിരിക്കും, പിന്നെ ഹൈ ടെമ്പറേച്ചർ എന്നാണ്. ആ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കീറ്റോണിന് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൽഡിഹൈഡിനെ പോലെ ഏതെങ്കിലും ഒക്കെ തോന്നിയ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാലൊന്നും അത് ആസിഡ് ആയിട്ട് മാറില്ല. കീറ്റോണിനെ ആസിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ശക്തമായ കണ്ടീഷൻ തന്നെ കൊടുക്കണം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റും വേണം, ഹൈ ടെമ്പറേച്ചറും വേണം. അങ്ങനെയാണെങ്കിൽ കീറ്റോണിനെ എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ? ആസിഡ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് ഇനി കൊടുക്കുന്നത്. എഴുതിക്കോ താഴെ. എക്സാമ്പിൾ ആയിട്ട് എഴുതുക. R CH2 CO അല്ലെങ്കിൽ നിങ്ങളെ അത് വെട്ടിക്കോട്ടോ. ജനറൽ റിയാക്ഷൻ ആണ്. അത് തൽക്കാലം ഞാൻ വേറൊരു റിയാക്ഷൻ എഴുതാം. CH3 CH2 CO CH2 CH2 CH3. ഇതാണ് നമ്മുടെ കീറ്റോൺ എന്ന് വിചാരിക്കുക. ഈ കീറ്റോണിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ പ്രോഡക്റ്റ് എഴുതുന്നതിന് ഒരു റൂൾ ഉണ്ട്. ആ റൂള് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒരു റൂൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതിന്റെ പ്രോഡക്റ്റ് എഴുതുന്നത്. ആ റൂളിന്റെ പേരാണ്, നിങ്ങൾ വേണമെങ്കിൽ സൈഡിൽ വല്ലതും എഴുതി വെച്ചോളുക, പോപ്പോഫ്സ് റൂൾ. പോപ്പോഫ്സ് റൂൾ എന്നാണ് ആ റൂളിന്റെ പേര്. പോപ്പോഫ്സ് റൂൾ. സ്കൂളിൽ പഠിപ്പിച്ചായിരുന്നോ പോപ്പോഫ്സ് റൂൾ എന്നാണെന്ന്? മിലൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ആരുടെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ പോപ്പോഫ്സ് റൂള്? ഏതെങ്കിലും സ്കൂളില്? ഇല്ല, പഠിപ്പിച്ചില്ല. എന്തായാലും ഈ റൂൾ ഒന്ന് അറിഞ്ഞിരുന്നോ? അതായിരിക്കും നല്ലത്. ഞാൻ ആ റൂള് പറഞ്ഞുതരാം, നിങ്ങൾ എഴുതി എടുത്തോട്ടോ. നിങ്ങൾ ആ റൂൾ എഴുതി എടുത്തോളുക. പോപ്പോഫ്സ് റൂൾ എന്നാന്ന് എഴുതിക്കോ. C double bond O. C double bond O, അത് കാർബണൈൽ
C double bond O group of C double bond O group of an unsymmetrical ketone on oxidation an unsymmetrical ketone on oxidation always stays S-T-A-Y-S always stays at the side where smaller alkyl group present. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇതിപ്പോ ഒരു അൺസിമെട്രിക്കൽ കീറ്റോൺ ആണ്. അതെന്തുകൊണ്ടാണ് ഇതിനെ അൺസിമെട്രിക്കൽ കീറ്റോൺ എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് അഫ്ര ഇതിനെ അൺസിമെട്രിക്കൽ കീറ്റോൺ എന്ന് വിളിക്കാൻ കാരണം? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്പർ ഓഫ് കാർബൺ ഡിഫറെന്റ് ആണ്. അത് തന്നെ. അതായത് ഈ CO ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു നോക്കുക. ഈ CO ഗ്രൂപ്പിന്റെ വലത്തുവശത്തും ഇടത്തുവശത്തുമുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം വ്യത്യാസമാണ്. ഇതിന്റെ ഇടത്തുവശത്ത് 2 കാർബണേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ വലത്തുവശത്ത് 3 കാർബൺ ഉണ്ട്. അങ്ങനെയുള്ള കീറ്റോണിനെയാണ് നമ്മൾ അൺസിമെട്രിക്കൽ കീറ്റോൺ എന്ന് വിളിക്കുന്നത്. ഇടത്തുവശത്തും വലത്തുവശത്തും ഒരേ നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുമായിരുന്നു? സിമെട്രിക്കൽ കീറ്റോൺ എന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ സിമെട്രിക്കൽ കീറ്റോണിന്റെ കേസിൽ പോപ്പോഫ്സ് റൂൾ ഒന്നും വേണ്ട, നേരിട്ട് അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ. അൺസിമെട്രിക്കൽ കീറ്റോണിന്റെ കേസിൽ അതിന്റെ ഓക്സിഡേഷൻ നടത്തുമ്പോഴാണ് നമ്മൾ ഏത് റൂൾ പ്രയോഗിക്കേണ്ടത്? പോപ്പോഫ്സ് റൂൾ പ്രയോഗിക്കേണ്ടത്. ഇപ്പൊ പോപ്പോഫ്സ് റൂൾ എപ്പോഴാണ് പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എപ്പോഴാണ് ഒരു അൺസിമെട്രിക്കൽ കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പോഫ്സ് റൂൾ പ്രയോഗിക്കേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ റൂൾ അനുസരിച്ച് ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ആ ബോണ്ട് ഏതാണെന്നാണ് ഈ റൂള് പറയുന്നത്. അപ്പൊ ആ റൂള് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിച്ചായിരുന്നോ? ഞാനിപ്പോ ചോദിക്കും എന്താ റൂളെന്ന് കേട്ടോ. എല്ലാരും വായിച്ചിട്ട് അർത്ഥം എന്നോട് പറഞ്ഞു തരണം. ഷിറിനാണ് അർത്ഥം പറയേണ്ടത്. ഷിറിൻ. അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത് സ്മോളർ ആൽക്കിൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നിടത്താണ്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. അതിന്റെ ഒന്നോടെ ഒന്ന് വായിച്ചു നോക്കി. വൺസ് മോർ. ശിവകാന്തൻ എന്നാ മനസ്സിലായേ? കേട്ടില്ല. വായിക്കൂ. സ്വാലിഹയ്ക്ക് എന്നാ മനസ്സിലായേ? അൺസിമെട്രിക് കീറ്റോണില് ഓക്സിഡേഷൻ നടത്തുമ്പോൾ സ്മോളർ ആൽക്കിൽ ഗ്രൂപ്പിലായിരിക്കും കാർബോണൈൽ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും. അത് തന്നെ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ കാർബണൈൽ ഗ്രൂപ്പ് ആരുടെ കൂടെ ആയിരിക്കണം? സ്മോളർ ആൽക്കൈൽ ഗ്രൂപ്പ്, അതായത് ചെറിയ നമ്പർ ഉള്ളതിന്റെ കൂടെ നിങ്ങൾ ഈ കാർബണൈൽ ഗ്രൂപ്പിനെ വെക്കണം. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഇപ്പറ വെച്ച് ബ്രേക്ക് ചെയ്യരുത്. കാരണം സ്മോളർ ഗ്രൂപ്പിന്റെ അടുത്ത് ആരെ പിടിപ്പിക്കണം? നമ്മുടെ കാർബണൈൽ ഗ്രൂപ്പിനെ പിടിപ്പിക്കണം. അതാണ് പോപ്പോഫ്സ് റൂൾ പറയുന്നത്. ഇനി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇപ്പറയും ഒരു OH കൊടുക്കുക, അപ്പറയും ഒരു OH കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പറയും ഒരു OH കൊടുക്കുക, അപ്പറയും ഒരു OH കൊടുക്കുക. എന്നിട്ട് ഇനി ആ പ്രോഡക്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ പ്രോഡക്റ്റ് അപ്പൊ എന്ത് കിട്ടും? ഹാഫിസ് ഒന്ന് പറഞ്ഞേ. ഹാഫിസ് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നോക്കട്ടെ. CH3CH2 COOH പ്ലസ്
പ്ലസ് ബാക്കിയില്ലേ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹാഫിസ് പറയണ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ബാസിമ പറഞ്ഞോളൂ. ബാസിമ. CH3 CH2 CH2OH. ആ പ്രോഡക്റ്റ് എഴുതാൻ വരട്ടെ കേട്ടോ. അവിടെ CH3 CH2 CH2OH എന്ന് എഴുതരുത് നിങ്ങൾ. അതെന്നാ വെച്ചാൽ അതൊരു ആൽക്കഹോൾ അല്ലേ. CH3 CH2 CH2OH എന്ന് പറഞ്ഞ ഒരു ആൽക്കഹോൾ അല്ലേ. ആ ആൽക്കഹോൾ അങ്ങനെ നിൽക്കില്ല. അത് പെട്ടെന്ന് തന്നെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത ആൽഡിഹൈഡ് ആവും. അത് പെട്ടെന്ന് തന്നെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത ആസിഡ് ആവും. അതായത് 2 ആസിഡ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഏത് കീറ്റോണിനെ ആണെങ്കിലും ആൽഡിഹൈഡിനെ ആണെങ്കിലും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ഈസ് ആസിഡ്. അപ്പൊ ഇവിടെ 2 ആസിഡേ കിട്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ്? അടുത്ത പ്രോഡക്റ്റ് ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഈ CH3 ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഈ CH2 ഞാൻ അങ്ങനെ തന്നെ എഴുതി. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഈ CH2OH എന്നല്ലേ. ആ CH2OH പകരം നിങ്ങൾ COOH എന്ന് എഴുതാവുള്ളൂ. CH2OH എന്നുള്ള സാധനത്തിന് പകരം COOH എന്ന് എഴുതാവുള്ളൂ. അപ്പൊ അവിടെ എന്ത് എഴുതണം? COOH. ഇതാണ് 2 പ്രോഡക്റ്റുകൾ. ഇതാണ് ഒരു കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 2 പ്രോഡക്റ്റുകൾ. ഇത് ഏതൊക്കെയാണ്? പ്രൊപ്പനോയിക് ആസിഡ്. രണ്ട് പ്രൊപ്പനോയിക് ആസിഡുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 2 മോളിക്യൂൾ പ്രൊപ്പനോയിക് ആസിഡ്. ഇത്രേ ഉള്ളൂ. ഇതാണ് കീറ്റോണിന്റെ ഓക്സിഡേഷൻ. ഇന്ന് ഒരെണ്ണോടെ തരാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോ. ഒരെണ്ണോടെ തരാൻ ചെയ്തോളൂ. സർ, ഇതിന്റെ കാരണം എന്തായിരുന്നു? കാരണോ? എന്ത് കാരണം? ഈ ആസിഡ് ഉണ്ടാകുന്നതിന്റെ കാരണം. അതായത് ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും ഓക്സിഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആസിഡേ ഉണ്ടാവുള്ളൂ. ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ഓക്സിജൻ ആഡ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങോട്ട് നോക്കിക്കോ, എന്നെ ഇങ്ങോട്ട് നോക്കിയോ. ഇതല്ലേ നമ്മളുടെ ആൽഡിഹൈഡ് എന്ന് പറയുന്ന സാധനം. ഇതല്ലേ ആൽഡിഹൈഡ്. ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്ത് നോക്ക്. ഈ CH ബോണ്ടിന്റെ നടുക്കോട്ടൊരു ഓക്സിജൻ ആഡ് ചെയ്യാം. അപ്പൊ COOH എന്നല്ലേ കിട്ടുന്നേ. അതിന്റെ പേരാണ് ആസിഡ്. അപ്പൊ ആസിഡേ കിട്ടുള്ളൂ. ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഡക്റ്റ് എഴുതി വെക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് വീണ്ടും വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ഫൈനലി ആസിഡേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആസിഡ് ആണ് എഴുതാവുള്ളൂ. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് 2 കാർബണേ ഉള്ളൂ സെക്കൻഡ് പ്രൊഡക്റ്റില്. ഹൈഡ്രജൻ സെക്കൻഡ് പ്രൊഡക്റ്റിനകത്ത് CH3 CH2 CH2COH വരൂല. ഇല്ല വരില്ല. CH3 CH2 ആ CH2OH എന്ന് പറയുന്ന സാധനമാണ് COOH ആയിട്ട് മാറുന്നത്. എന്താ രാഹുലെ? സാറ് കുറച്ചധികം ക്യാമറ ഓഫ് ചെയ്യാട്ടോ. ശരി. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ കൂടെ എഴുതിക്കോളൂ നിങ്ങള്. CH3 CH2 CO CH2 CH3. അതിനെ ഓക്സിഡൈസ് ചെയ്യണം. ഇവിടെ പോപ്പ്-ഓഫ് റൂൾ പ്രയോഗിക്കണോ? വേണോ സാരംഗെ? അത് അൺസിമെട്രിക്കൽ എന്നല്ലേ പറഞ്ഞത്? ഇത് അൺസിമെട്രിക്കൽ ആണോ? അല്ല, ഇത് സിമെട്രിക്കൽ. അപ്പൊ പോപ്പ്-ഓഫ് റൂൾ പ്രയോഗിക്കാണ്ട് തന്നെ ഇതിനെ ഓക്സിഡൈസ് ചെയ്യാം. ചെയ്തോ? ചെയ്തു. എനിക്ക് CH3 CH2 ഞാൻ ആ റൂൾ ഉപയോഗിച്ചാ ചെയ്ത്. CH3 CH2 COH plus CH3 COH plus CH3 COH. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? എന്തെങ്കിലും മാറ്റം?
അമലക്ക് എങ്ങനെയാണ് കിട്ടിയത്? CH3 CH2 COH എന്ന് എഴുതിയത്. അതായത് രണ്ടും CH3 CH2 COH CH3 CH2 COH അങ്ങനെയാണോ? അങ്ങനെ കിട്ടിയവരുണ്ടോ? അമല പറഞ്ഞതുപോലെയാണോ സാരംഗ് പറഞ്ഞ പോലെയാണോ കിട്ടിയെന്ന് ഇനി പറഞ്ഞാൽ മതി. അതോ ഇനി വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയണം. സബീലിന് ആര് പറഞ്ഞ ആൻസറാ കിട്ടിയത്? സാരംഗ് പറഞ്ഞ ആൻസറോ അമല പറഞ്ഞ ആൻസറോ? സബീല് വേറെ എന്നാണ്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണല്ലോ. സബീലെ സാറേ അമ്മ ഒരു ചെറിയ കാര്യം പറഞ്ഞ. അമ്മയോടൊക്കെ പോയി പണി നോക്കാൻ പറ. നമ്മളെ 1.5 മണിക്കൂർ തൽക്കാലം അല്ല ചെറിയ പറഞ്ഞ 1.5 മണിക്കൂർ ഞാൻ കെമിസ്ട്രിയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നെ ദൈവത്തെ ഓർത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. സാറേ ചായ ഉണ്ടോ? ചായ? അത് ശരി. അപ്പൊ ഒരു ചായയില് കെമിസ്ട്രി മറക്കുന്ന ആളാണല്ലേ സഭയില്? ചായ കാണിച്ചാൽ അതിന്റെ പുറകെ പോവാണ്. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ സഭയില്? കേട്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് ആണ് കിട്ടിയെന്നല്ലേ ചോദിച്ചു. അത് തന്നെ. എന്ത് ഈ സാരംഗ് പറഞ്ഞ പ്രോഡക്റ്റ്? എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയത്. ഏത്? ഈ എഴുതിയേക്കണേ? ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഒരാളോടും കൂടെ ചോദിക്കട്ടെ. എഡ്വിൻ ഏത് പ്രോഡക്റ്റ് കിട്ടിയേ? ബോർഡിൽ എഴുതിയേക്കണ പ്രോഡക്റ്റോ അമല പറഞ്ഞ പ്രോഡക്റ്റോ? ഞാനും CH3 CH2 എഴുതിയിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ബോർഡിൽ എഴുതിയേക്കുന്ന പ്രോഡക്റ്റ് അമല പറഞ്ഞ പ്രോഡക്റ്റോ? അമല പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പൊ അമല പറഞ്ഞ പ്രോഡക്റ്റ് അല്ല, ഈ ബോർഡിൽ എഴുതിയേക്കുന്ന പ്രോഡക്റ്റ് ആണ് കറക്റ്റ്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. അതായത് ഇവിടെ പോപ്പ് ഓഫ് റൂൾ നിങ്ങൾ പ്രയോഗിക്കണ്ട, പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് ബ്രേക്ക് ചെയ്യാവുള്ളൂ. കാരണം നിങ്ങൾ നോക്കുക, നിങ്ങൾ എവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും? ഒന്നെങ്കിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. എവിടെ വെച്ച് ബ്രേക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസറെ കിട്ടാവുള്ളൂ. അതായത് നിങ്ങൾ നോക്കുക, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞേ? ഇവിടെ ഒരു OH ആഡ് ചെയ്യണം, ഇവിടെ ഒരു OH ആഡ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ കിട്ടും നിങ്ങൾ നോക്കുക. ഈ OH ആഡ് ചെയ്യുന്നത് പോപ്പ് ഓഫ് റൂൾ അല്ലല്ലോ. OH രണ്ട് സൈഡിലേക്ക് ആഡ് ചെയ്യുന്നത് പോപ്പ് ഓഫ് റൂൾ അല്ല. അത് ജനറലി ഓക്സിഡൈസ് ചെയ്യുന്നതിനെ ആഡ് ചെയ്യുന്നത്. പോപ്പ് ഓഫ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസിമെട്രിക്കൽ ആൽക്കീൻ വരുമ്പോൾ ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ CO നെ വച്ചിട്ട് പിന്നെ OH ആഡ് ചെയ്യണം. അതാണ് പോപ്പ് ഓഫ് റൂൾ പറയുന്നത്. ഇവിടെ അങ്ങനെയൊന്നും നോക്കണ്ട, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുക. ഒന്നെങ്കിൽ CO ഇടത്ത് സൈഡിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ CO വലത്ത് സൈഡിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ വലത്ത് സൈഡിലാണ് കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇപ്പറേ OH ആഡ് ചെയ്യണം. അപ്പൊ ഇനി പ്രോഡക്റ്റ് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കോ. CH3 CH2 COOH, CH3 CH2 COOH. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇടത്ത് സൈഡിലെ പ്രോഡക്റ്റ് അല്ലേ നിങ്ങൾക്ക് സംശയം? ഇടത്ത് സൈഡിലെ പ്രോഡക്റ്റ് എന്താ നിങ്ങൾ നോക്ക്. CH3 CH2OH. അതൊരു ആൽക്കഹോൾ അല്ലേ? ആൽക്കഹോൾ എഴുതാൻ പാടില്ല എന്ന് ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞതല്ലേ? അവിടുത്തെ ഈ CH2OH നെ മാറ്റിയിട്ട് അവിടെ COOH എന്ന് എഴുതാവുള്ളൂ. അപ്പൊ എന്താ കിട്ടുള്ളൂ? ഈ CH3 അവിടെ ഉണ്ട്, CH2OH ന് പകരം നിങ്ങൾ COOH എന്ന് എഴുതാവുള്ളൂ. ഇതാണ് ആൻസർ. സോ ദിസ് ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് കീറ്റോൺ. ഇനി ആർക്കും സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഉണ്ടോ? ഡെഫിനിഷൻ പറയാമോ? പറയാം. C double bond O group of unsymmetrical ketone. C double bond O group of unsymmetrical ketone always stays at unsymmetrical ketone upon oxidation always stays at ഗ്രാഫിൽ വീഡിയോ ഓഫ് ചെയ്തേക്കുന്ന കാരണം ഗ്രാഫിൽ എഴുതി കഴിഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. always stays at the side where smaller alkyl group is present. Always stays at the side where smaller alkyl group is present. അടുത്ത ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ ഓക്സിഡേഷൻ. അടുത്ത ഇതാണ് ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ്
ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ്, ടെസ്റ്റ് എന്നല്ല കേട്ടോ, ടെസ്റ്റുകൾ എന്നാണ്. ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വസ്തു തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട 2 ടെസ്റ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സാധനം തന്നു, ടെസ്റ്റ് ട്യൂബിൽ ഒരു വെള്ളം കലക്കി തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട 2 ടെസ്റ്റുകളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ 1ാമത്തെ ടെസ്റ്റിന്റെ പേരാണ് ടോളറൻസ് ടെസ്റ്റ്. എന്താണ് ടോളറൻസ് ടെസ്റ്റ്? ടോളറൻസ് ടെസ്റ്റ്. അപ്പൊ ടോളറൻസ് ടെസ്റ്റിന്റെ റിയേജന്റ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ടോളറൻസ് ടെസ്റ്റിന്റെ റിയേജന്റിന്റെ പേരാണ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് AgNO3 പ്ലസ് NH4OH. ഈ മിശ്രിതത്തിനെയാണ് ഈ മിക്സ്ചറിനെയാണ് നമ്മൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതാണ് AgNH3 twice 2+. അയ്യോ സോറി 2+ ഇല്ല കേട്ടോ, പ്ലസ്. AgNH3 twice പ്ലസ്. 2+ ഇല്ല കേട്ടോ, ഒരു പ്ലസേ ഉള്ളൂ. ഇതിനെയാണ് ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള സെന്റൻസ് ഞാൻ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞു തരാം, എഴുതിക്കോ, നിങ്ങൾ എഴുതിക്കോ. താഴെ അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് aliphatic and aromatic aldehydes are oxidized to carboxylic acid, on treatment with the tolerance reagent. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക ketones will not react with the tolerance reagent. വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ആൽഡിഹൈഡ് ആണെങ്കിൽ അത് ടോളറൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് എന്തായിട്ട് മാറും? ആസിഡ് ആയിട്ട് മാറും. അപ്പൊ ആൽഡിഹൈഡ്, അതിപ്പോ ഏത് ആൽഡിഹൈഡ് ആണെങ്കിലും, ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണെങ്കിലും ശരി, ആരോമാറ്റിക് ആൽഡിഹൈഡ് ആണെങ്കിലും ശരി, രണ്ടും ടോളറൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും, അത് ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും. ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആയിട്ട് മാറുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് കീറ്റോൺ ആണ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നേക്കണമെങ്കിൽ അത് ടോളറൻസ് റിയേജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല, ഒരു പ്രോഡക്റ്റും ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പാടില്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ഞാൻ തന്നേക്കുവാണ്, അതിന്റെ അകത്തേക്ക് നിങ്ങൾ ടോളറൻസ് റിയേജന്റ് ഒഴിക്കുക. ടോളറൻസ് റിയേജന്റ് ഒഴിക്കുമ്പോൾ റിയാക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കും. റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് കീറ്റോൺ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാധനത്തിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രേ ഉള്ളൂ. സാറേ ഫസ്റ്റ് പോയിന്റ് ഒരു പ്രാവശ്യം പറയോ? പറയാം. ആൽഡിഹൈഡിന്റെ ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക്. aliphatic and aromatic aldehydes are oxidized to carboxylic acid on treatment with tolerance reagent. അപ്പൊ ഇനി അതിന്റെ റിയാക്ഷൻ നിങ്ങൾ താഴെ എഴുതി വെച്ചോളൂ. റിയാക്ഷൻ കാണാണ്ട് പഠിക്കേണ്ടി വരും കേട്ടോ.
വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിന്റെ റിയാക്ഷൻ പ്രത്യേകിച്ച് മെക്കാനിക്സ് ഒന്നുമില്ല, നേരെ കാണാണ്ടങ്ങ് പഠിച്ചോളുക. അപ്പൊ റിയാക്ഷൻ ഇത് എങ്ങനെയാണ്? RCHO ഇതാണല്ലോ ആൽഡിഹൈഡ്. സോ ദിസ് ഈസ് ആൽഡിഹൈഡ്. ഈ ആൽഡിഹൈഡ് നമ്മൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യണം? ടോളറൻസ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പൊ 2Ag ടോളറൻസ് റിയേജന്റ് എന്താണ്? AgNH3 ട്വൈസ് പ്ലസ്. ഇതാണ് ടോളറൻസ് റിയേജന്റ്. താഴെ നിങ്ങൾ ടോളറൻസ് റിയേജന്റ് എന്ന് എഴുതുക. ടോളറൻസ് റിയേജന്റ് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ആൽഡിഹൈഡ് എന്തായിട്ട് മാറുന്ന പറഞ്ഞത്? ആസിഡ് ആയിട്ട് മാറും. അതായത് RCOO മൈനസ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. പ്ലസ് ഈ ടോളറൻസ് റിയേജന്റ് അത് റെഡ്യൂസ് ചെയ്യും. ടോളറൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണല്ലോ, അല്ലെ? ടോളറൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഓക്സിഡേഷന് സഹായിക്കുന്ന ആളാണ്. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ടോളറൻസ് റിയേജന്റ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റിന് സ്വന്തമായിട്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരു ഓക്സിഡൈസിങ് ഏജന്റിന് നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ടോളറൻസ് റിയേജന്റ് റെഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ഫോം 2Ag സിൽവർ ആയിട്ട് മാറും. സിൽവർ പ്ലസ് 2H2O പ്ലസ് 4NH3. ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഇങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കുക, എന്റെ കയ്യിലൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ ആരുണ്ട്? ആൽഡിഹൈഡ് ഉണ്ട്. ആ ആൽഡിഹൈഡ് ആണോ എന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ടോളറൻസ് റിയേജന്റ് ഒഴിക്കണം. അങ്ങനെ ടോളറൻസ് റിയേജന്റ് ഒഴിച്ചു കഴിയുമ്പോൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ ഒരു സിൽവർ മിറർ ഉണ്ടാവും. എന്താണ് ഉണ്ടാവുന്നത്? സിൽവർ മിറർ. അപ്പൊ ആ സിൽവർ മിറർ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിലുള്ള സാധനം ആൽഡിഹൈഡ് ആണ്. സിൽവർ മിറർ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിലുള്ള സാധനം കീറ്റോൺ ആണ്. കാരണം കീറ്റോൺ റിയാക്ട് ചെയ്യില്ല, അതുകൊണ്ട് സിൽവർ മിറർ ഉണ്ടാവുകയില്ല. ആൽഡിഹൈഡ് ആണെങ്കിൽ സിൽവർ മിറർ ഉണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റ് ബി. ഇത് ഒന്നാമത്തെ ടെസ്റ്റ് അല്ലേ? ഫസ്റ്റ് ടെസ്റ്റ് 1 ആണ് ടോളറൻസ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റിന്റെ പേരാണ് ഫെല്ലിങ്സ് ടെസ്റ്റ്. ഫെല്ലിങ്സ് ടെസ്റ്റ്. ഫെല്ലിങ്സ് ടെസ്റ്റ്. അതിനും ഈ പറഞ്ഞ മാതിരി ഒരു റിയേജന്റ് ഉണ്ട്. ആ റിയേജന്റിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. റിയേജന്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ 2 വര വരയ്ക്കുക. എന്നിട്ട് എഴുതുക ഫെല്ലിങ്സ് സൊല്യൂഷൻ A and ഫെല്ലിങ്സ് സൊല്യൂഷൻ B. ഫെല്ലിംഗ് സൊല്യൂഷൻ A ഉണ്ട്, ഫെല്ലിംഗ് സൊല്യൂഷൻ B ഉണ്ട്. ഫെല്ലിംഗ് സൊല്യൂഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അക്വസ് കോപ്പർ സൾഫേറ്റ്. അക്വസ് കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ ഫെല്ലിംഗ് സൊല്യൂഷൻ A എന്ന് പറയുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റോച്ചെല്ലെ സോൾട്ട്. റോച്ചെല്ലെ സോൾട്ട്. റോച്ചെല്ലെ സോൾട്ട്. റോച്ചെല്ലെ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ദാറ്റ് ഈസ് സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്. സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്, അതിനെയാണ് നമ്മൾ റോച്ചെല്ലെ സോൾട്ട് എന്ന് പറയുന്നത്. സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്. അതിന്റെ സ്ട്രക്ചർ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. ആവശ്യം വേണ്ടിയുള്ളവർ മാത്രം കേട്ടോ, വേണ്ടിയുള്ളവർ മാത്രം എഴുതിയെടുത്താൽ മതി സ്ട്രക്ചർ ഒക്കെ. COONA CHOH CHOH COOK. ഇതാണ് സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ്. ഇതിനെയാണ് നമ്മൾ റോച്ചെല്ലെ സോൾട്ട് എന്ന് പറയുന്നത്. സോഡിയം പൊട്ടാഷ്യം ടാർട്ടാറേറ്റ് അഥവാ റോച്ചെല്ലെ സോൾട്ട് ആണ് ഇത് ഈ വരച്ചു വെച്ചേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫെല്ലിംഗ് സൊല്യൂഷൻ B എന്ന് പറയുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷൻ B. അടുത്ത പോയിന്റ് ഞാൻ എഴുതുന്നില്ല, പറഞ്ഞു തരാം, എഴുതിക്കോ. Aliphatic and aromatic aldehydes. Aliphatic and aromatic sorry അങ്ങനെയല്ല, aromatic aldehydes. Aliphatic എന്നുള്ളത് കിട്ടിക്കോ. Aromatic aldehydes and ketones
and ketones will not react with Felling's solution. Will not react with the Fellings solution. എഴുതിയോ? അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. Aliphatic aldehydes react with the Fellings solution. Aliphatic aldehydes react with the Fellings solution and get oxidized to carboxylic acid and get oxidized to carboxylic acid and a reddish brown precipitate is formed. താഴെ നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എങ്ങനെയാണ്? RCHO ഇതല്ലേ നമ്മുടെ ആൽഡിഹൈഡ് പ്ലസ് നമ്മുടെ ഫെല്ലിംഗ് സൊല്യൂഷൻ 2Cu2 പ്ലസ് 5OH മൈനസ് ഈസ് ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടും. RCOO മൈനസ് പ്ലസ് Cu2 പ്ലസ് എന്നുള്ള സാധനം Cu2O ആയിട്ട് മാറും. Cu2O പ്ലസ് 3 വാട്ടർ. ഈ Cu2O ആണ് റെഡിഷ് ബ്രൗൺ precipitate. റെഡ് ബ്രൗൺ precipitate. ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം. ചോദ്യം ഇതാണ്: ഈ ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ പ്രസക്തി എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫെല്ലിങ്സ് ടെസ്റ്റ്? ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ പ്രസക്തി ആര് പറയും? ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ പ്രസക്തി അഷ്ന ജോയി പറയൂ. എന്താണ് ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ പ്രസക്തി? എനിക്ക് നിങ്ങളുടെ ഒന്നും ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. പല ആളുകളുടെ മൈക്കില്ലാത്തത് കൊണ്ടാണോ? ഇല്ല, കേൾക്കാമോ എന്ന് ചോദിച്ചാൽ കേൾക്കാം, പക്ഷെ ക്ലിയർ അല്ല. ആൻഡ്രിയ പറഞ്ഞോളൂ. ആൻഡ്രിയ, എന്താണ് ഫെല്ലിങ്സ് ടെസ്റ്റിന്റെ പ്രസക്തി? അത് എടുത്തേക്കുന്നത് ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണോ അതോ മാറ്റിക് ആണോ? ആലിഫാറ്റിക് ആൽഡിഹൈഡും ആരോമാറ്റിക് ആൽഡിഹൈഡും കൂടെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഫെല്ലിങ്സ് ടെസ്റ്റ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് ആലിഫാറ്റിക് ആൽഡിഹൈഡും? കാരണം കീറ്റോൺ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ടോളറൻസ് ടെസ്റ്റ് മതി. ടോളറൻസ് ടെസ്റ്റ് ഈസ് ഇനഫ്. ഇച്ചിരോടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. അതായത് ഞാനിപ്പോ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ടെസ്റ്റ് ട്യൂബ് വന്നേക്കുവാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ടോളറൻസ് ടെസ്റ്റ് ചെയ്തു. ടോളറൻസ് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത ചോദ്യം ചോദിക്കും, ഇത് ആൽഡിഹൈഡ് ആരോമാറ്റിക് ആൽഡിഹൈഡ് ആണോ അതോ ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണോ? അപ്പൊ വീണ്ടും ടോളറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്നാ? ടോളറൻസ് ടെസ്റ്റിൽ ഇത് രണ്ടും ആൻസർ ചെയ്യും. ഇത് ആലിഫാറ്റിക് ആൽഡിഹൈഡും ടോളറൻസ് ടെസ്റ്റിന് പോസിറ്റീവ് ടെസ്റ്റ് ആണ്. ആരോമാറ്റിക് ആൽഡിഹൈഡും ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. അപ്പൊ ടോളറൻസ് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആരോമാറ്റിക് ആൽഡിഹൈഡ് ആണോ ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണോ എന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? ഫെല്ലിങ്സ് ടെസ്റ്റ് തന്നെ ചെയ്യണം. അപ്പൊ ഫെല്ലിങ്സ് ടെസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോണത്. ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൽഡിഹൈഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നേക്കണ ആൽഡിഹൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യാൻ തന്നേക്കണ ആൽഡിഹൈഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. എന്നിട്ട് വേറൊരു ടെസ്റ്റ് ട്യൂബില് നിങ്ങൾ ഈ ഫെല്ലിങ്സ് സൊല്യൂഷൻ എയും ഫെല്ലിംഗ് സൊല്യൂഷൻ ബിയും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. എന്ത് ചെയ്യണം? ഫെല്ലിംഗ് സൊല്യൂഷൻ എയും ഫെല്ലിംഗ് സൊല്യൂഷൻ ബിയും കൂടെ മിക്സ് ചെയ്യുക.
എന്നിട്ട് അത് നിങ്ങളുടെ ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുക. നിങ്ങൾ ഒരു കയ്യിലെ ടെസ്റ്റ് ട്യൂബിൽ ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്, മറ്റേ കയ്യിലെ ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഫെല്ലിംഗ് സൊല്യൂഷൻ എയും ഫെല്ലിംഗ് സൊല്യൂഷൻ ബിയും കൂടെ മിക്സ് ചെയ്ത സാധനം. എന്നിട്ട് ഇത് ഈ ഫെല്ലിംഗ് സൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങൾ ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു ആരോമാറ്റിക് ആൽഡിഹൈഡ് ആണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പൊ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആർക്കാ കിട്ടുന്നത്? ആലിഫാറ്റിക് ആൽഡിഹൈഡിന്. അതിന് മാത്രമേ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുള്ളൂ. ആരോമാറ്റിക് ആൽഡിഹൈഡിന് കിട്ടില്ല. കാരണം ആരോമാറ്റിക് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യില്ല, ഫെല്ലിംഗ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് പ്രസിപ്പിറ്റേറ്റും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. അടുത്തത് റോമൻ ലെറ്റർ 4 എന്നിട്ടുള്ളത്. എന്നിട്ട് എഴുതുക ഹാലോഫോം ടെസ്റ്റ്. ഹാലോഫോം ടെസ്റ്റ്. ഹാലോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈൽ കീറ്റോൺസിനെ നമ്മൾ സോഡിയം ഹൈപ്പോഹാലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NaOX ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോഡിയം ഹൈപ്പോഹാലൈറ്റ് എന്ന് പറഞ്ഞാൽ NaOX. ആ എക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ എന്ത് വേണമെങ്കിലും ആവാം. ഹാലൈറ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹാലോഫോം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. എന്താണ് ഹാലോഫോം? ഇതിനെയാണ് നമ്മൾ ഹാലോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മീഥൈൽ കീറ്റോൺസ്. എന്താ ഈ മീഥൈൽ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അറിയാമോ? വാട്ട് ഈസ് മീഥൈൽ കീറ്റോൺ? മീഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഹനീന് അറിയാമോ എന്താ മീഥൈൽ കീറ്റോൺ എന്ന്? ഹനീൻ, മീഥൈൽ കീറ്റോൺ എന്താണെന്ന് അറിയോ? ഒരു ആൽക്കിലുള്ള കീറ്റോൺ അല്ലേ? അല്ല, അതിനെയെല്ലാം മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. ശ്രദ്ധയ്ക്ക് അറിയോ എന്താ മീഥൈൽ കീറ്റോൺ എന്ന്? ശ്രദ്ധ അറിയില്ല. ആവണിക്കറിയോ എന്താ മീഥൈൽ കീറ്റോൺ എന്ന്? ഒരു കാർബണൽ ഗ്രൂപ്പിനകത്തേക്ക് മീഥൈൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴാണ്. അതായത് ഒരു കാർബണൈൽ ഗ്രൂപ്പില്, അതായത് കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ്, ഇതിന്റെ അകത്തേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. അതിന്റെ അപ്പുറത്ത് പിന്നെ എന്തൊക്കെയാണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഒരു വശത്ത് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കീറ്റോണിനെയാണ് നമ്മൾ മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. അതായത് കാർബണൈൽ ഗ്രൂപ്പിലേക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് ആരായിരിക്കണം? മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കീറ്റോൺ ആണ് എന്ത് കീറ്റോൺ? മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മീഥൈൽ കീറ്റോണിനെ നമ്മൾ എന്ത് വെച്ച് റിയാക്ട് ചെയ്യണം? സോഡിയം ഹൈപ്പോഹാലൈറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാലോഫോം കിട്ടും. ഇതിനെയാണ് ഹാലോഫോം ടെസ്റ്റ് അല്ലെങ്കിൽ ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ എല്ലാവരും എഴുതിക്കൊള്ളുക. മീഥൈൽ കീറ്റോണിന് നമ്മൾ RCOCH3 എന്നാണ് എഴുതുന്നത്. ഇതാണ് മീഥൈൽ കീറ്റോൺ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, CO ഗ്രൂപ്പിന്റെ തൊട്ടപ്പുറം മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പുറത്തെ ഗ്രൂപ്പ് എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പുറത്തെ ഗ്രൂപ്പ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതിന് R എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല. അത് മീഥൈലോ ഈഥൈലോ പ്രൊപ്പൈലോ ഇനി ബ്രാഞ്ചതോ അൺബ്രാഞ്ചതോ ഡബിൾ ബോണ്ട് ഉള്ളതോ ഇല്ലാത്തതോ അങ്ങനെ എന്ത് ഗ്രൂപ്പ് ആയാലും പ്രശ്നമില്ല. ഇപ്പുറത്തെ ഗ്രൂപ്പ് മീഥൈലായിരിക്കണം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കുന്നത്. ഈ മീഥൈൽ കീറ്റോണിനെ നമ്മൾ എന്ത് വെച്ച് റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞത്? സോഡിയം ഹൈപ്പോഹാലൈറ്റ് NaOX വെച്ച് റിയാക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ ബോണ്ട് നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? RCOയുടെ കൂടെ നമ്മൾ ഈ സോഡിയം ഹൈപ്പോഹാലൈറ്റിലെ ONA എന്ന് പറയുന്ന സാധനം കൂടെ ചേർക്കുക. ഈ ONA ഉണ്ടല്ലോ അതും കൂടെ ചേർക്കുക. RCOONA പ്ലസ് ഈ CH3 എന്നുള്ള സാധനം മാറി CHX3 എന്ന് പറയുന്ന സാധനമായി മാറും. അതിനെയാണ് നമ്മൾ ഹാലോഫോം എന്ന് വിളിക്കുന്നത്. CHX3.
RCONA plus CHX3. അപ്പൊ നിങ്ങൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാലോഫോം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഹാലോഫോം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ക്ലോറിൻ ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോറോഫോം എന്ന് വിളിക്കും. എക്സിന്റെ സ്ഥാനത്ത് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോഫോം, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോഫോം, അയഡിൻ ആണെങ്കിൽ അയഡോഫോം. ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ക്ലോറോഫോം, ബ്രോമോഫോം, അയഡോഫോം. ഇതിനെയാണ് നമ്മൾ ഹാലോഫോം റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഹാലോഫോം റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുസ്തകം അടച്ചു വെച്ചോട്ടോ, എല്ലാവരും പുസ്തകം തുറന്നു വെക്കണ്ട, പുസ്തകം അടച്ചു വെച്ചോളാം. ഞാനൊരു റിയേജന്റ് തരാം, അതിന്റെ ഉത്തരം എഴുതാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്ക്. ഇതാണ് ജനറൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ C ഡബിൾ ബോണ്ട് C, ഹൈഡ്രജൻ, CH3, C, CH3, CO, CH3. ഇതിനെ NaOCl വെച്ച് റിയാക്ട് ചെയ്യും. പ്രോഡക്റ്റ് എല്ലാവരും ഒന്ന് എഴുതി. ജനറൽ റിയാക്ഷൻ നോക്കുക, ഏത് ബോണ്ടാണ് ബ്രേക്ക് ചെയ്തേക്കണമെന്ന് നോക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. ആൻസർ ഒന്ന് വായിക്കണമല്ലോ. ആരാ വായിക്കുന്നേ? ആശിഷ് വായിച്ചേ. ആശിഷ് എങ്ങനെയാണ്? ഫസ്റ്റ് സിയിലേക്ക് എച്ചും CH3 ഡബിൾ ബോണ്ട് C, CH3, C ഡബിൾ ബോണ്ട് ON, C ഡബിൾ ബോണ്ട് ON പ്ലസ് CHCl3. അത്രേ ഉള്ളൂ. ഇതാണ് ആൻസർ. അതായത് നിങ്ങൾ നോക്കി ഏത് ബോണ്ടാ ബ്രേക്ക് ചെയ്യേണ്ടത്? നമ്മൾ ഈ കാർബണൈൽ ഗ്രൂപ്പും അല്ലെ മേളത്തേക്ക് നിങ്ങൾ നോക്കുക, കാർബണൈൽ ഗ്രൂപ്പും CH3 കൂടെ വന്നേക്കുന്ന ബോണ്ടല്ലേ ബ്രേക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുക. കാർബണൈൽ ഗ്രൂപ്പും CH3 കൂടെ ഉള്ളത് ഇവിടെ അല്ലേ. എന്നിട്ട് ഇവിടെ ONA എന്ന് കൊടുക്കുക. ഈ CH3 മാറ്റി CHX3. ഇവിടെ X എന്ന് പറയുന്നത് ക്ലോറിൻ ആയതുകൊണ്ട് CHCl3 എന്ന് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും. ഇതിനെയാണ് ഹാലോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഇപ്പൊ ഒരു H2 എലിമിനേറ്റ് ആകുമോ? എന്ത് എലിമിനേറ്റ് ആകുമോ? H2. ഇതിന്റെ മെക്കാനിസം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മിലനെ. ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം. അതായത് ഇപ്പൊ പെട്ടെന്ന് എല്ലാ സ്റ്റെപ്പും ഒന്നും ഞാൻ എഴുതില്ല കേട്ടോ. ഇപ്പൊ RCOCH3 ഇങ്ങനെയല്ലേ ഈ സാധനം. ഈ സാധനത്തിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാണ്? NaOX. ആക്ച്വലി NaOX എന്ന് പറയുന്ന സാധനം NaOHഉം X2 ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. NaOHഉം X2. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ NaOHലുള്ള ഈ OH മൈനസ് ഇവിടെ നിന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ അത് RCOCH2 മൈനസ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇവിടെ നിന്ന് ഒരു പ്രോട്ടോൺ പോയി കഴിയുമ്പോൾ RCH2 മൈനസ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ X2നെ ആഡ് ചെയ്യും. ഈ X2 എന്ന് പറഞ്ഞാൽ X ഇങ്ങനെയാണ്. ഈ മൈനസ് ചാർജ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പോളറൈസ്ഡ് ആവും. ഇത് പോളറൈസ്ഡ് ആയിട്ട് ഇത് പ്ലസും ഇത് മൈനസും ആവും. അപ്പൊ ഈ CH2 കയറി ഈ പ്ലസിനെ അങ്ങ് പിടിക്കും. അപ്പൊ നമുക്ക് RCOCH2X എന്ന് പറയുന്ന സാധനം കിട്ടും. CH2X എന്ന് പറയുന്ന സാധനം കിട്ടും. പിന്നെ ഈ X മൈനസ് പുറത്തോട്ട് പോകും. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യും. 2 മോളിക്യൂൾ NaOH ആഡ് ചെയ്യും. അപ്പൊ ഈ 2 മോളിക്യൂൾ NaOH വീണ്ടും ഈ 2 ഹൈഡ്രജനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ നമുക്ക് RCOX മൈനസ് CX ഇങ്ങനെ ഒരു സാധനം കിട്ടും. RCO ഈ 2 ഹൈഡ്രജനെ പിടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് RCOCH മൈനസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഈ സാധനത്തിലേക്ക് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യുക. അന്നേരം നമുക്ക് RCO ഇതിന്റെ അകത്തേക്ക് 2 NaOH ആഡ് ചെയ്തു. അപ്പൊ ഹൈഡ്രജൻ പോയി. അപ്പൊ RCOCX മൈനസ് എന്ന് കിട്ടി.
ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യുക. അന്നേരം നമുക്ക് RCO ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ, ഇവിടെ ഒരു ഹൈഡ്രജൻ പോയി, അപ്പോ CX എന്ന് കിട്ടി. ഒരു സെക്കൻഡ്, ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ NaOH-ന് 2 ഹൈഡ്രജൻ വലിച്ചുകൊണ്ട് പോയി. അപ്പോ CX മൈനസ് ആ 2 ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ X2 ആഡ് ചെയ്യുക. ആ X2 ഈ 2 ഹൈഡ്രജന്റെ വേക്കൻസിയിലേക്ക് X2 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് CX3 എന്ന് പറയുന്ന സാധനം കിട്ടും. RCOO CX3 എന്ന് പറയുന്ന സാധനം, മൈനസ് ഇല്ല, CX3 എന്ന് പറയുന്ന സാധനം കിട്ടും. ഈ RCOO CX3 എന്ന് പറയുന്ന സാധനത്തിലേക്ക് വീണ്ടും NaOH ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടന്ന് ഇവിടെ ബ്രേക്ക് ചെയ്യും, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് RCOO NAയും CHX3 ഉണ്ടാവും. ആണ് അതിന്റെ ആക്ച്വൽ മെക്കാനിസം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ്, അതൊന്നും പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇത്രയും വലിയ മെക്കാനിസം ഒന്നും എഴുതിയെടുക്കാനും പഠിക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ള സാധനമാണ്. ഇത് വേണ്ട, നിങ്ങൾ ആ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. CHX3 ഉണ്ടാവുന്ന മാത്രം പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് കോൾഡ് ഹാലോഫോം ടെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ NaOH ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ NaOH വന്ന് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് പോകും. പിന്നെ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ CH3 എന്ന് പറഞ്ഞ സാധനം എലിമിനേറ്റ് ആവും. അപ്പൊ അത് CH3 മൈനസ് എന്ന് പറഞ്ഞ ഒരു സാധനമാവും. ഈ സാധനം എന്തായിട്ട് മാറും? RCOOH എന്നാവും. RCOOH, ഈ OH ആണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രോട്ടോണിനെ ഇത് ഇങ്ങോട്ടേക്ക് വലിക്കും. അന്നേരമാണ് CHX3 എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അതാണ് കറക്റ്റ് മെക്കാനിസം. അപ്പൊ അതോടുകൂടി റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഒരു ഭാഗം കഴിഞ്ഞു, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അടുത്ത ഒരു ഹെഡിങ് ആയിട്ട് എല്ലാവരും എഴുതിക്കൊള്ളുക. റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് due to alpha hydrogen. Reactions of aldehydes and ketones due to alpha hydrogen. ഈ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ആൽഫ ഹൈഡ്രജൻ? പറയാമോ? എന്നാ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറയാമോ? അപ്പക്ക് ആൽഫ ഹൈഡ്രജൻ എന്നാന്ന്? ഓർക്കണില്ല. ഡിയോൺ പറയാമോ ആൽഫ ഹൈഡ്രജൻ എന്നാന്ന്? ഡബിൾ ബോണ്ടിലേക്ക് ഡയറക്ട്ലി ലിങ്ക് ഉള്ള, അല്ല കാർബണിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഉള്ള ഹൈഡ്രജൻ. ലാമയ്ക്ക് പറയാമോ? അറിയില്ല സർ. അറിയില്ല. ഷിറിന് പറയാമോ? കാർബോണൈൽ ഗ്രൂപ്പ് വന്നേക്കുന്നതാണോ നിയറസ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്? കാർബോണൈൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആണോ? അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, അതുമല്ല. നബീലിന് പറയാമോ? കാർബണൈൽ കാർബണിലേക്കുള്ള ഹൈഡ്രജൻ ആണോ? അത് തന്നെ, അതാണ് കറക്റ്റ്. കാർബണൈൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിലേക്കുള്ള ഹൈഡ്രജൻ, അതിനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കാർബണൈൽ ഗ്രൂപ്പിലേക്കുള്ള ഹൈഡ്രജൻ അല്ല, കാർബണൈൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിലുള്ള ഹൈഡ്രജൻ, അതിനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കാരണം കാർബണൈൽ ഗ്രൂപ്പാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ
ഈ ആൽഫ ഹൈഡ്രജന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചു വെക്കുക. അപ്പൊ ഇതിനെയാണ് നിങ്ങൾ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഈ ആൽഫ ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി അസിഡിക്. എന്താണ്? ഇറ്റ് ഈസ് ഹൈലി അസിഡിക്. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വളരെയധികം അസിഡിക് ആണ്. ഹൈലി അസിഡിക് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ഹൈലി അസിഡിക് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? അല്ലനെ എന്നാ അതിന്റെ അർത്ഥം ഹൈലി അസിഡിക് എന്ന് പറഞ്ഞ? H+ അയോൺസ് മൂവ് ചെയ്യും. അതായത് ആ ഹൈഡ്രജന് H+ ആയിട്ട് പുറത്തോട്ട് പോകാനായിരിക്കും താല്പര്യം കൂടുതലെന്ന്. അതാണ് ഹൈലി അസിഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. അതായത് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു എലിമിനേറ്റ് ആസ് H+ അയോൺസ്. H+ അയോൺ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകാനായിരിക്കും ഈ ഹൈഡ്രജന്റെ ടെൻഡൻസി കൂടുതൽ. അതിന്റെ കാരണം എന്നായിരിക്കും നിങ്ങൾക്ക് പറയാമോ? അതാണ് ചോദ്യം. അതായത് ഞാൻ ഇച്ചിരൂടെ ഒന്ന് വിശദീകരിക്കാം. അതായത് ഞാനിപ്പോ ഈ കാർബണൈൽ ഗ്രൂപ്പിലേക്ക് അല്ല ഈ കോമ്പൗണ്ടിലേക്ക് ഞാനൊരു ബേസിനെ വിട്ടു എന്ന് വിചാരിക്കാം. ബേസ് ആരാണ്? ബേസ്. ബേസ് എന്നാ ചെയ്യണത്? എന്താ ബേസ് ചെയ്യുന്നത്? ബേസ് സാധാരണ എന്താ ചെയ്യാറ്? എന്താ അമല ബേസ് ചെയ്യുന്നത്? ബേസിന്റെ പണി എന്നാ? എന്തിനെ അക്സെപ്റ്റ് ചെയ്യും? H+നെ മേടിക്കാൻ വരുന്ന ആളാണ് ബേസ്. ബേസ് എന്ന് പറഞ്ഞ H+നെ മേടിക്കാൻ വരും. അപ്പൊ ഈ ബേസിനെ കണ്ടോണ്ട് ദൈവൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും. ആര്? ഈ ഹൈഡ്രജൻ ആ വീട് വിട്ടങ്ങ് ഇറങ്ങി പോവാണ് ബേസിന്റെ കൂടെ. ബേസ് കാണുമ്പോഴത്തേക്കും ബേസിന്റെ കൂടെ രാത്രിയിൽ ഇറങ്ങി പോവാണ് ആര്? നമ്മുടെ ഹൈഡ്രജൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈഡ്രജന് വീട് ഇഷ്ടമല്ലാത്തത് എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു രാത്രിയിൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. എന്താ കാരണം? എന്താ കാരണം? ചിക്കൻ കറി ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് വീട് ഉപേക്ഷിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കാണില്ല. ചുമ്മാ ആരെങ്കിലും വീട് വിട്ട് ഇറങ്ങി പോവോ? ഒരു കാരണമില്ലാണ്ട് ആരെങ്കിലും വീട് വിട്ട് ഇറങ്ങും? ഒരു കാരണമില്ലാണ്ട് ആരും വീട് വിട്ട് ഇറങ്ങി പോകും. അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ടൂർ വിട്ടില്ല, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണം കാണും. ഇവിടെ നിന്ന് ഈ പുള്ളി ഇറങ്ങിപ്പോവാൻ കാരണം എന്നാ? ചുമ്മാ ഇരുന്നപ്പോ ഒരു രസത്തിന് ഇറങ്ങിപ്പോയതാണോ? അതോ എന്തെങ്കിലും കാരണം, എന്തെങ്കിലും പ്രഷർ ഉണ്ടോ? വീട്ടിൽ നിന്ന് അതിയായ പ്രഷർ ഉണ്ടോ ഇറങ്ങിപ്പോവാൻ? അതാണ് ചോദ്യം. സഭയിലെ ചായ കൂടി കഴിഞ്ഞോ? സാറേ അത് ഇലക്ട്രോഫൈൽ ആയതുകൊണ്ടാണോ? അല്ല. അല്ല. എന്താ വേറെ എന്തെങ്കിലും കാരണം? വേറെ കാരണമൊന്നുമില്ല. ഈ കാർബണൈൽ ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തല്ലും. വേറൊരു വീട്ടില് കൂട്ടുകാരന്റെ വീട്ടിൽ നിങ്ങൾ പോയി എന്ന് വിചാരിക്കുക. ശരി, നിങ്ങളുടെ വീട്ടുകൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനത്തെ ഫാമിലി ഒന്നും അല്ല ഞങ്ങളെന്ന് പറയും. അപ്പൊ കൂട്ടുകാരന്റെ വീട്ടില് നിങ്ങൾ പോയി. കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ അവിടെയുള്ള ഒരു കക്ഷിനെ നിങ്ങൾക്ക് അത്ര പിടിച്ചില്ല, ഭയങ്കര ചൊറിയുന്ന സ്വഭാവം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. കാരണം എന്താണ്? പുള്ളി ആളത്ര ശരിയല്ല, പുള്ളി ഏത് നേരവും നമ്മളെങ്ങനെ ഇട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി. അതുപോലെ എന്തെങ്കിലും സ്വഭാവം ഇവിടെ ഈ കാർബണൈൽ ഗ്രൂപ്പിനുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കാർബണൈൽ ഗ്രൂപ്പിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണോ ഹൈഡ്രജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് ചോദ്യം. ആണോ സബീലെ? ആണോ? അറിയില്ല സാർ. അറിയില്ല. സബീലിന്റെ വീട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോ സബീലിന്റെ അനിയൻ ഉള്ള ചിക്കൻ കറി മൊത്തം എടുത്തുകൊണ്ട് പോയാൽ സബീലിന് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇങ്ങോട്ട് നോക്കിക്കോ, ഈ കാർബണൈൽ ഗ്രൂപ്പിന് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. പുള്ളി ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. എന്താണ്? ഇലക്ട്രോണിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സ്വഭാവക്കാരനാണ് കാർബണൈൽ ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്ത് ചെയ്യും? ഈ കാർബണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിന്റെ ഈ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. ഈ പുള്ളി തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിന്റെ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുക്കും. പിന്നെ ആ കാർബണിന് ആകെ ഒരു മാർഗമേ ഉള്ളൂ, കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ ഹൈഡ്രജന്റെ അടുത്തുനിന്നുള്ള ബോണ്ടിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുക്കുക. അല്ലെ? ഈ ബോണ്ടിനെ കാർബണയിൽ എന്തായാലും കൊണ്ടുപോയി. അവന് തിണ്ണമെടുക്കുള്ളത് കൊണ്ട് പുള്ളി കാർബണയിൽ എന്ത് ചെയ്തു? ആ ഇലക്ട്രോണിനെ മൊത്തം കൊണ്ടുപോയി. അപ്പൊ പിന്നെ ഈ കാർബൺ എന്ന് പറയുന്നത് ദരിദ്രവാസിയായി. അതായത് പുള്ളിക്ക് ഇലക്ട്രോൺ ഒന്നും ഇല്ല ഇനി പുള്ളിയുടെ കയ്യില്. അപ്പൊ പുള്ളി നോക്കുമ്പോ ഇനി ആകെ ഒരു മാർഗം ഈ ഹൈഡ്രജന്റെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ട് പോവുക. ഹൈഡ്രജന്റെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രോണിനെ ആര് വലിച്ചുകൊണ്ട് പോകും? കാർബൺ വലിച്ചുകൊണ്ട് പോകും. അപ്പൊ പിന്നെ ഹൈഡ്രജൻ അത് ഇഷ്ടപ്പെടുവോ? ഹൈഡ്രജന്റെ ഉള്ള ഇലക്ട്രോണിനെ മൊത്തം വീട്ടുകാർ വലിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ
ഹൈഡ്രജൻ ഇഷ്ടാവില്ല. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. ബേസിനെ കാണുമ്പോൾ ബേസിന്റെ കൂടെ ഹൈഡ്രജൻ ഇറങ്ങി പോകും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനെയാണ് അസിഡിക് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ്, hydrogen is forced to leave as H+ ions when base comes to attack. ഒരു ബേസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹൈഡ്രജൻ H+ അയോൺ ആയിട്ട് മാറാൻ അല്ലെങ്കിൽ H+ അയോൺ ആയിട്ട് പുറത്തോട്ട് പോകാൻ നിർബന്ധിതനാകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതാണ് റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എന്റെ എക്സ്റ്റൻഷൻ ആയിട്ട്. ഇങ്ങനെ ഈ ആൽഫ ഹൈഡ്രജൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മൂലം ഉണ്ടാകുന്ന കുറെ റിയാക്ഷൻസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇനി പഠിക്കാൻ പോകുന്ന റിയാക്ഷനിലൊക്കെ ഈ ഹൈഡ്രജൻ ഇറങ്ങി പോകുന്ന റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രജൻ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാവുന്ന പലതരത്തിലുള്ള റിയാക്ഷൻസ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ഡൗട്ട്? ഇല്ലല്ലോ. സാറേ ഇത് ആൽഫ ഹൈഡ്രജന് മാത്രമേ ഉള്ളൂ, കാരണം ഇൻഡക്റ്റീവ് എഫക്ട് വെച്ചിട്ട് ബാക്കിയുള്ളതിനകത്തും ഇലക്ട്രോണുകൾ വരില്ലേ? ഇല്ല, ആൽഫ ഹൈഡ്രജൻ അല്ലേ മില്ലനെ തൊട്ടടുത്ത് കിടക്കുന്നത്. കാർബണൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണെ വലിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ത്രെഷോൾഡ് ഉണ്ട്. അതായത് അതിനൊരു ഡിസ്റ്റൻസ് എഫക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ട്. കുറെ ദൂരെ കിടക്കുന്ന ഹൈഡ്രജനെ ഒന്നും വലിക്കാനും അവിടെയുള്ള ഇലക്ട്രോണെ വലിക്കാനുള്ള അത്ര കേപ്പബിലിറ്റി ഒന്നും CO ഇല്ല. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ ആൽഫ ഹൈഡ്രജന്റെ നമുക്കപ്പോ ഇതുവരെയുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തൊട്ട് വായിക്കാനുണ്ടല്ലോ അല്ലെ, പുസ്തകത്തിൽ വായിക്കാനുണ്ടല്ലോ. അത് നമുക്ക് നാളെ വായിക്കാം. ഇത് നമുക്ക് ഇപ്പൊ വായിക്കാം. ഹനീൻ അപ്പൊ എന്ത് ചെയ്യണം? റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ എന്നുള്ളത് ഇപ്പൊ വായിക്കുക. മറ്റേത് ഞാൻ എല്ലാം വിശദീകരിച്ച് പറഞ്ഞതാണല്ലോ, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് നാളെ വായിച്ചാലും മതി. ഹനീൻ എവിടെ പോയോ? ഹനീൻ ഓക്കെ ഓക്കെ. വീട് ഇഷ്ടപ്പെടാത്ത പോയോ? ഓക്കെ. റിയാക്ഷൻ ഡ്യൂ ടു ആൽഫ ഹൈഡ്രജൻ, പേജ് നമ്പർ 371. Reaction due to alpha hydrogen. Acidity of alpha hydrogens of aldehydes and ketones. The aldehydes and ketones undergo a number of reactions due to the acidic nature of alpha hydrogen. The acidity of alpha hydrogen atoms of carbonyl compounds is due to the strong electron withdrawing effect of the carbonyl group and resonance stabilization of the conjugate base. അതായത് ആ കാർബൺ മോണോക്സൈഡിന്റെ കാർബൺ മോണോക്സൈഡ് എന്ന് പോയിട്ട് കാർബണൈൽ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് മൂലമാണ് ഈ പറയുന്ന അസിഡിറ്റി ഉണ്ടാകുന്നത്, ഈ ഹൈഡ്രജൻ ഇറങ്ങി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ആദ്യത്തെ റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ. എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ? അപ്പൊ എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കിക്കോട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഇനി പുസ്തകത്തിലേക്ക് നോക്കണ്ട. ഒന്നാമത്തെ റിയാക്ഷന്റെ പേരാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോൺ, ഈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഒരു കീറ്റോണിനെ നമ്മൾ ഒരു ഡൈല്യൂട്ട് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുക. എന്താണ് ഡൈല്യൂട്ട് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുക? അന്നേരം നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും. ആ കോമ്പൗണ്ടിന്റെ പേരാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽഡോൾ. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽഡോൾ. ബീറ്റ ഹൈഡ്രോ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റിയാക്ഷൻ എഴുതുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ തൽക്കാലം ഇത് എഴുതി വെക്കുക. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ ഡൈല്യൂട്ട് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഇതിനെയാണ് ആൽഡോൾ എന്ന് വിളിക്കുന്നത്. ആൽഡോൾ, ബീറ്റ ഹൈഡ്രോക്സി ആൽക്കഹോൾ അല്ല ആൽഡിഹൈഡ്. ഈ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോവുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടുന്നു.
ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടുന്നു. ഇതിനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. So this is called aldol condensation. അപ്പൊ എന്താണ് റിയാക്ഷൻ? ഒരു ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ എടുക്കുക, അതിന് നമ്മൾ ഡൈല്യൂട്ട് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൽഡോൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടുന്നു. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ആൽഡോൾ കണ്ടൻസേഷൻ. അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് CH3CHO. ഇതാണ് നമ്മുടെ, ഇതിങ്ങനെ എഴുതണ്ട, CH3CHO. ഞാൻ അതെങ്ങനെ എഴുതുവാണ്? CH3CHO. ഇതിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ എഴുതാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആൽഡോൾ കണ്ടൻസേഷന് 2 മോളിക്യൂൾ വേണം. അതാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താണ്? 2 മോളിക്യൂൾ പരസ്പരം റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ 2 മോളിക്യൂള് CH3CHO ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ മോളിക്യൂളിന് നിങ്ങൾ എങ്ങനെ എഴുതണം? ഇതുപോലെ തന്നെ എഴുതണം, CH3CHO എന്ന് എഴുതണം. പ്ലസ് അടുത്ത മോളിക്യൂളിനെ എഴുതേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളുക. ഇതിന്റെ അകത്തെ ആൽഫ ഹൈഡ്രജനെ കണ്ടുപിടിക്കുക. ആരാണ് ആൽഫ ഹൈഡ്രജൻ? പറഞ്ഞേ ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ ആരാണ്? അന്ന ആൽഫ ഹൈഡ്രജൻ? ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ ഏതാണ്? അന്ന ആദ്യത്തെ ഹൈഡ്രജൻ, അതായത് CH3യിലുള്ള കാർബണൈൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ഈ ഹൈഡ്രജനെ അല്ല. ഈ ഹൈഡ്രജൻ നേരിട്ട് അറ്റാച്ച് ചെയ്തേക്കുവാണ്, അതിനെയല്ല. കാർബണൈൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്തുള്ള കാർബണിലുള്ള ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ആ ആൽഫ ഹൈഡ്രജനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതണം. അപ്പൊ അതായത് അടുത്ത മോളിക്യൂൾ എഴുതുമ്പോൾ ഈ CH3 എന്ന് എഴുതാൻ പാടില്ല, നമ്മൾ CH2H, അതായത് ഒരു ആൽഫ ഹൈഡ്രജനെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കാണിക്കണം. CH2H എന്ന് പറഞ്ഞാൽ CH3 തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ആൽഫ ഹൈഡ്രജനെ മാറ്റി കാണിച്ചു. ബാക്കി നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, CH3COH ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എഴുതി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കാർബണൈൽ ഗ്രൂപ്പിന്റെ ഈ കാർബൺ എന്ത് ചാർജ് ആണ്? പ്ലസ് ചാർജ്. ഈ ഓക്സിജൻ എന്ത് ചാർജ് ആണ്? മൈനസ് ചാർജ്. ഈ മോളിക്യൂളിന്റെ ഈ Hന് പ്ലസ് ചാർജും ബാക്കി മൊത്തം സാധനത്തിന് നെഗറ്റീവ് ചാർജ് എന്ന് കൊടുക്കുക. H പ്ലസ് ആയിട്ടല്ലേ പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ബാക്കി തന്നെ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഈ പ്ലസ് ചാർജ് ഉള്ള ഹൈഡ്രജനെ നിങ്ങൾ ഈ ഓക്സിജനിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുക. ഈ മൈനസ് ചാർജ് ഉള്ള ഈ ഗ്രൂപ്പിനെ നിങ്ങൾ ഈ കാർബണിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കുക. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെ വരും? നമുക്ക് എഴുതി നോക്കാം. പ്രോഡക്റ്റ് എഴുതുവാണ് കേട്ടോ, നോക്കിക്കോ. ഈ CH3 ഞാൻ അങ്ങനെ തന്നെ എഴുതി, CH3. പിന്നെ അടുത്ത കാർബൺ അങ്ങനെ തന്നെ എഴുതി. ആ കാർബണിൽ ആരുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ ഹൈഡ്രജൻ ഞാൻ അതിന്റെ അടുത്ത് തന്നെ എഴുതുവാണ് കേട്ടോ, കാർബണിലുള്ള ഹൈഡ്രജൻ അങ്ങനെ. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യൂലോ, കാരണം ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് ഈ ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പൊ ഓക്സിജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഓക്സിജനിലേക്ക് ഈ H വന്നു. H വന്നു കഴിഞ്ഞപ്പോ അവിടെ H എന്ന് കിട്ടി, H. ഇനി നിങ്ങൾ നോക്കുക, ഈ കാർബണിലേക്ക് ആരാ വരുന്നത്? ഒന്നെങ്കിൽ താഴേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ സൈഡിലേക്ക് തന്നെ വരച്ചാൽ മതി. സൈഡിലേക്ക് വരയ്ക്കുക. ഈ കാർബണിലേക്ക് ആരാണ് വരുന്നത്? ഈ വലിയ ഗ്രൂപ്പാണ് വരുന്നത്, CH2. ഈ CH2 CHO. ഈ CO, ഈ CHO നെ ഞാൻ ഈ CHO എന്ന് എഴുതിയതേ ഉള്ളൂ, CH2 CHO. ഇതിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ ഹൈഡ്രോക്സി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. അതെന്തുകൊണ്ടാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് വിളിച്ചതെന്ന് പറയാമോ? ഇനി അതിന്റെ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് വിളിച്ചതെന്ന്. പറയാമോ ബാസിമ, എന്തുകൊണ്ടാണ് അതിനെ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് വിളിച്ചത്? ബീറ്റ ഹൈഡ്രജൻ ഓക്സിജൻ, അതായത് ബീറ്റ കാർബൺ, അതായത് ഇപ്പൊ ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ CHO ആണ്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. അതിന്റെയും തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആണ് ബീറ്റ കാർബൺ. ആ ബീറ്റ കാർബണിലേക്കാണ് ഹൈഡ്രോക്സി ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്.
അതുകൊണ്ടാണ് അതിനെ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് എന്ന് വിളിച്ചത്. ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്. ബീറ്റ കാർബണിലേക്ക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്നതുകൊണ്ട്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ആൽഡോൾ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആൽഡോൾ. ആൽഡോൾ. ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? എന്താ അല്ലേ അടുത്ത സ്റ്റെപ്പ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യണം. ഇതിനെ ഹീറ്റ് ചെയ്യണം. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഹീറ്റ് ചെയ്യണത് നോക്കിക്കോ. ഈ ഒരു OH പോവും, പിന്നെ നമ്മളുടെ അത് ബീറ്റ കാർബണിലുള്ള OH ആൽഫ കാർബണിലുള്ള ഹൈഡ്രജനും കൂടെ ചേർന്നിട്ടാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അത് അങ്ങനെ തന്നെ കാണാണ്ട് പഠിക്കണം. ബീറ്റ കാർബണിലുള്ള OH ആൽഫ കാർബണിലുള്ള ഹൈഡ്രജനും കൂടെ പോവുള്ളൂ. അത് അങ്ങനെ തന്നെ പഠിക്കണം. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജനും കൂടെ ഓരോ OH ആയിട്ട് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഞാൻ എഴുതാൻ പോവാം. നോക്കിക്കോ. CH3 എഴുതി. ഈ CH അങ്ങനെ തന്നെ എഴുതാലോ. CH അതിന്റെ അകത്തേക്കുള്ള OH പോയല്ലോ. OH പോയി. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയില്ലേ? അപ്പൊ ഇതിന്റെ നടുക്ക് എന്താവും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. കാരണം ഇവിടുത്തെ ഹൈഡ്രജൻ പോയി. ഇനി ബാക്കി ഇവിടെ CH മാത്രമേ ഉള്ളൂ. സോ CH പിന്നെ നമ്മൾക്ക് CH. ഇതിനെയാണ് നമ്മൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആൽഡിഹൈഡ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. അതെന്തുകൊണ്ടാണ് ഇതിനെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്ന് വിളിച്ചത്? വൈ ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്? മെഹറിന് പറയാമോ എന്തുകൊണ്ടാണ് ഇതിനെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്ന് വിളിച്ചത്? അത് ആൽഫ കാർബണിന്റെയും ബീറ്റ കാർബണിന്റെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഒന്നുണ്ട്. അത് തന്നെ. ആൽഫ കാർബണിന്റെയും ബീറ്റ കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേഷൻ. അപ്പൊ ആൽഫ കാർബൺ അല്ലേ ഇത്? ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിന്റെയും തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ബീറ്റ കാർബൺ, അതിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട്, അതായത് അൺസാച്ചുറേഷൻ. അതുകൊണ്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നു. ഇതാണ് കാരണം. നിങ്ങൾ ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ എഴുതണം. ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ഇവിടെ ഈ രണ്ടും പ്ലസ് ഇട്ടില്ലേ? രണ്ടും പ്ലസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഈ ആരോ മാർക്കിന്റെ മേളില് ഡൈല്യൂട്ട് NaOH എന്ന് കൂടെ എഴുതണം കേട്ടോ. ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നെ ചെയ്യാമോ? തന്നെ ചെയ്തു നോക്കാമോ? അടുത്ത ഒരു 2 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. 2 നമ്പർ ഇട്ടിട്ട് എഴുതുക. ചോദ്യം ഇതാണ്: CH3COCH3 plus CH3COCH3 in the presence of dilute NaOH. ഇതാണ് ചോദ്യം. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ വരച്ച് കണ്ടുപിടിച്ചോളുക. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത് കൂടെ ചെയ്തു കഴിഞ്ഞാൽ വേഗം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു നിങ്ങളോട് ഒരു മോളിക്യൂളിനെ എങ്ങനെ എഴുതണം, മറ്റേ മോളിക്യൂളിനെ എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു.
വീട്ടിൽ വെച്ച് ചെയ്യാൻ ഒരു ഹോംവർക്ക് കൂടെ തരണോ? ആൾറോൾ കണ്ടൻസേഷൻ വേണ്ട. ഇതിന്റെ ആൻസർ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. കിട്ടിയവര് ശരിയാണോ എന്ന് നോക്കുക. ആരെങ്കിലും ഒരാൾ ആൻസർ വായിച്ചാൽ ഞാൻ ശരിയാണോ എന്ന് പറയാം. ആരാ വായിക്കുന്നത്? പുസ്തകത്തിലുണ്ട് ഇത്, അതുകൊണ്ട് എനിക്ക് നോക്കാം, ഉത്തരത്തിലേക്ക് നോക്കാൻ പറ്റും. ആരാണ് വായിക്കുന്നത്? ആവണി വായിക്കും. ആവണി. ആവണിയുടെ ഓഡിയോ പ്രശ്നമാണ്. കൃഷ്ണ വായിക്കൂ. കൃഷ്ണ. ഹലോ, വായിച്ചോളൂ. കിട്ടിയില്ല. കിട്ടിയില്ല, ചെയ്തുകൊണ്ടിരിക്കുക. രാഹുൽ വായിച്ചോളൂ. ഫൈനൽ ആൻസർ ആണോ? ആൽഡോളും വായിക്കണം. അല്ല, ഇവിടെ ആൽഡോൾ അല്ല കേട്ടോ, ഇത് കീറ്റോൾ ആണ്. കാരണം കീറ്റോൺ ആണല്ലോ, അപ്പൊ കീറ്റോൾ എന്നാണ് എഴുതുന്നത് കേട്ടോ. മറ്റേത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൾ എന്നാണ് എഴുതേണ്ടത്. കീറ്റോൺ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് കീറ്റോൺ അല്ലേ, അതുകൊണ്ട് കീറ്റോള്. ആദ്യത്തെ സ്ഥാനത്തിന്റെ പേരാണ് ആൽഫ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീറ്റോള്. വായിച്ചേ രാഹുലെ, കേക്കട്ടെ. CH3, പിന്നെ ഒരു C, പിന്നെ ഒരു CH3 ഒരു ബ്രാഞ്ച് ആയിട്ട്, താഴെ OH, പിന്നെ CH2, C ഡബിൾ ബോണ്ട് O CH3. അത് ശരിയാ. ഇനി അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് CH3, CH3 ഡബിൾ ബോണ്ട് CH, C ഡബിൾ ബോണ്ട് O CH3. ശരിയാ, അത് കറക്റ്റാ. അപ്പൊ ഇനി എങ്ങനെയാ ചെയ്യണേന്ന് നോക്കിക്കോ, കിട്ടാത്തവരുണ്ടെങ്കിൽ. ആദ്യത്തെ മോളിക്യൂളിനെ എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത്? ഇതുപോലെ CH3 CO CH3 ഇങ്ങനെ തന്നെ എഴുതണം. രണ്ടാമത്തെ മോളിക്യൂളിനെ എങ്ങനെ എഴുതണം? ആൽഫ ഹൈഡ്രജൻ. ഈ CO ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ആൽഫ ഹൈഡ്രജൻ എടുത്താൽ മതി. ആ ആൽഫ ഹൈഡ്രജനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് ഇവിടെ CH3നെ നമ്മൾ CH2H ഇങ്ങനെ എഴുതണം. എന്നിട്ട് CO CH3നെ ഇങ്ങനെ തന്നെ എഴുതുക, CO CH3 ഇങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഡൈല്യൂട്ട് തന്നെ വോയിസ് നോക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ ഹൈഡ്രജന് പ്ലസ് ചാർജും ഈ മൊത്തം സാധനത്തിന് മൈനസ് ചാർജും കൊടുക്കുക. ഇവിടുത്തെ ഈ കാർബണിന് പ്ലസ് ചാർജും ഈ ഓക്സിജന് മൈനസ് ചാർജും കൊടുക്കുക. എന്നിട്ട് ഈ പ്ലസ് ചാർജ് ഉള്ള ഹൈഡ്രജനെ നിങ്ങൾ ഈ ഓക്സിജനിലേക്ക് പിടിപ്പിക്കുക. മൈനസ് ചാർജ് ഉള്ള ഈ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ കാർബണിലേക്ക് പിടിപ്പിക്കുക. എന്നിട്ട് ഇനി പതുക്കെ എഴുതി നോക്കിയാൽ മതി. ദേ ആദ്യം ഞാൻ ഈ വട്ടത്തിൽ ആദ്യം ഈ CH3 എഴുതുക, CH3. അതിനുശേഷം ഈ കാർബൺ എഴുതുക, കാർബൺ. അതിനുശേഷം ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കുക. ഈ ഓക്സിജനിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടല്ലോ. ആരാണ് വന്നേക്കുന്നത്? ഹൈഡ്രജൻ. അപ്പൊ O അതിന്റെ കൂടെ ഹൈഡ്രജൻ എഴുതുക. ഇനി ഈ കാർബണിലേക്ക് ഓൾറെഡി ഒരു CH3 ഉണ്ടല്ലോ, അപ്പൊ ആ CH3നെ ഇങ്ങനെ എഴുതുക. ഇനി ഈ താഴത്തോട്ട് ഒരാൾ വന്ന് പിടിച്ചിട്ടുണ്ടല്ലോ, അതാണ് ആരാണ് താഴത്തേക്ക്? ഈ ഗ്രൂപ്പ്, ഈ മൊത്തം ഗ്രൂപ്പാണ് വന്ന് പിടിച്ചേക്കുന്നത്. ആ മൊത്തം ഗ്രൂപ്പിനെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. CH2 CO CH3, CH2 CO CH3 ഇങ്ങനെ എഴുതുക. CH2 CO CH3 ഇങ്ങനെ എഴുതുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സൗകര്യത്തിന് ഈ CH3നെ താഴെ ഈ ഗ്രൂപ്പിനെ ഇപ്പറേ എഴുതുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണെന്ന് എന്റെ അഭിപ്രായം. അപ്പൊ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും. അങ്ങനെ എഴുതുവാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെ ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് CH3 COH ഈ CH3നെ താഴത്തോട്ട് എഴുതുക, CH3. ഈ ഗ്രൂപ്പിനെ മേളിലോട്ട് എഴുതുക, CH2 CO CH3. ഇതാണ് ആൽഡോള്, അല്ല സോറി കീറ്റോള്. സോ ദിസ് ഈസ് ദ കീറ്റോൾ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, അല്ല സോറി ബീറ്റ ഹൈഡ്രോക്സി അല്ലെ. ബീറ്റ ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ കീറ്റോണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ആൽഫ കാർബൺ, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാരണം ബീറ്റ കാർബൺ. ബീറ്റ കാർബണിൽ OH, അതുകൊണ്ട് ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. അതിനെയാണ് നമ്മൾ കീറ്റോൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂള് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ബീറ്റ കാർബണിലുള്ള OHഉം ആൽഫ കാർബണിലുള്ള ഒരു ഹൈഡ്രജൻ എങ്ങനെയാണ് കളയാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? CH3 ഉണ്ട്, C ഉണ്ട്, താഴത്തോട്ട് CH3 ഉണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ലല്ലോ. മേളിലേക്കുള്ള OH പോയി,
മേളിലേക്കുള്ള ഒരു OH പോയി ഇതേ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയല്ലോ. ഈ ഹൈഡ്രജൻ പോയി കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആവും. ഇത് CH എന്നാവും. ബാക്കി അങ്ങനെ തന്നെ എഴുതുക. CO. ഇതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ബാക്കി നാളെ. താങ്ക് യു സർ. Thank you, sir. Thank you, sir.